ഹായ് ഫ്രണ്ട്സ്, മച്ചാന്മാരെ എല്ലാവർക്കും നമസ്കാരം. unnistechvlogന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇതിൽ നമുക്ക് തീരെ വില കുറഞ്ഞ ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത്. ഒന്നാമത് തന്നെ LED ലൈറ്റാണ്. നമുക്ക് കള്ളന്മാരിൽ നിന്നും അതേപോലെ തന്നെ പവർ സേവിങ്ങും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. കള്ളന്മാരിൽ നിന്നും നല്ലപോലെ തന്നെ ഒരു രക്ഷ നേടാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. അപ്പോൾ വീഡിയോസ് കണ്ടു നോക്കുക. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള പല ടോപ്പിക്കുകളായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഒരു സോളാർ ലൈറ്റാണ്. നമുക്ക് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റിയിട്ടുള്ളൊരു സോളാറിൻ്റെ ലൈറ്റാണ് ഈ സാധനം. നമുക്ക് ഇതുകൊണ്ടിട്ടേ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഇതാണ് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് തെളിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ അതേപോലെ തന്നെ ജനലിൻ്റെയൊക്കെ സൈഡിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് സോളാറിൽ വർക്ക് ചെയ്യും. ചെറിയൊരു ലൈറ്റ് മതി നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട്. പിന്നെ രാത്രിയിൽ നമുക്ക് ആ പരിസരത്ത് ഡോറിൻ്റെ പരിസരത്തോ അതേപോലെ ജനലിൻ്റെ പരിസരത്തോ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഈ ലൈറ്റ് കൊണ്ട് തെളിയും. അതിൻ്റെ കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു PIR സെൻസർ ഉണ്ട്. ഇത് നമ്മുടെ ബോഡിയെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് തെളിയുന്നതാണ്. അപ്പോൾ നമ്മൾ ചെന്നാൽ മാത്രമേ ഈ ലൈറ്റ് ഓണാകത്തുള്ളൂ, ആവശ്യമില്ലാതെ ഓണാകത്തില്ല. അതേപോലെ തന്നെ ഗാർഡൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ വില വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളം മാർക്കറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ മേടിച്ചാണ്. കാരണം ഉദ്ദേശിച്ചതല്ല, കാരണം നമ്മുടെ ഗാർഡനിലൊക്കെ നമുക്ക് കുറച്ച് ലൈറ്റുകൾ ഇതിൻ്റെ പ്രോഗ്രാം ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലുള്ള കുറച്ച് സാധനങ്ങൾ കണ്ടപ്പോൾ തോന്നി. ഏകദേശം 350 രൂപേൻ്റെ വിലകൾ. ഞാൻ മേടിച്ചത് 300 രൂപയാണ്. 350 രൂപ പറഞ്ഞ് 300 രൂപ. അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈനിൽ വന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ 260 രൂപ സംഭവമൊക്കെ ഉള്ളൂ ഇതിൻ്റെ വില. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഓൺലൈനിൽ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾ നോക്കാം. ഇതിപ്പോൾ ഒരു 3 മോഡിൽ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് തെളിയിക്കാൻ പറ്റും. അതേപോലെ തന്നെ സോളാറിൽ ചാർജിങ് ആണ്. വേറെ ഇലക്ട്രിക്കൽ കണക്ഷനും കാര്യങ്ങളും ഒന്നും കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് പവർ സേവിങ് കൂടിയായിട്ടുള്ള ഒരു ഉപകാരമുണ്ട്. പിന്നെ മോഷൻ സെൻസിങ് കൂടി ഇതിൻ്റെ അത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളിതിൻ്റെ അഴിക്കുമ്പോൾ പറയാം. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമ്മൾ അഴിച്ചു നോക്കും. എന്ത് സാധനം കിട്ടിയാലും അഴിച്ചു നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അഴിച്ചു നോക്കി നമുക്ക് നമ്മുടെ ഗാർഡനിൽ നമ്മൾ കുറച്ച് ബാംബൂസിൽ ഇതേപോലത്തെ ലൈറ്റുകൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് മേടിച്ചത്. ചെയ്യാൻ പറ്റും, നമ്മളത് ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ പുറകെ കാണാം. അപ്പോൾ ഈ ലൈറ്റ് കൊണ്ടുള്ള രാത്രിയിലെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നോക്കാം. നമ്മുടെ വിഷ്ണു ബ്രോ കഴിഞ്ഞ ദിവസം വീട്ടിൽ നമ്മുടെ കോഴിക്കൂടൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ നമുക്ക് വെക്കാമല്ലോ. രാത്രി വീടിൻ്റെ പുറത്താണ്, ഔട്ട് സൈഡിലാണ് ഈ സംഭവം നമ്മുടെ കോഴിക്കൂടൊക്കെ പണിതുള്ളത്. അപ്പോൾ അവിടെ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ചെല്ലുമ്പോൾ നമുക്ക് നോക്കാനും പറ്റും. അത്യാവശ്യം വെട്ടവും കാര്യങ്ങളുണ്ടാവും, വേറെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഉദ്ദേശത്തിലാണ് ഇത് മേടിച്ചത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് കാര്യങ്ങളൊക്കെ കുറവാണ്, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രാത്രിയിലെ പെർഫോമൻസ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് എന്നുള്ള ഡീറ്റെയിലൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാൻ ബാംബൂസിൽ ഈ സാധനം വെച്ചിട്ട് LED ലൈറ്റുകൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിലായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് ഇൻബിൽട്ടായിട്ടൊരു ബാറ്ററി വരുന്നുണ്ട്. ബാറ്ററി ഓട്ടോമാറ്റിക് ചാർജ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ PIR സെൻസർ, സോളാർ പാനൽ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഔട്ട് സൈഡ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യങ്ങൾ ഇൻസൈഡിലുള്ളതാണ്. അതെന്ത് ടൈപ്പ് ബാറ്ററി ആണെന്നുള്ള കാര്യം അറിയാൻ പറ്റത്തില്ല, അഴിച്ചു നോക്കിയത്തില്ല അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ബാറ്ററി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പകൽ സോളാർ എനർജി എടുത്തിട്ട് രാത്രിയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ബാറ്ററി ചാർജ് ബാക്കപ്പ് എടുത്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ബോട്ടത്തിലേക്ക് 2 സൈഡ് പിന്നെ 2 സൈഡിലേക്കും കിട്ടുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ അത് വന്നേക്കുന്നത്. ഏകദേശം ഒരു 10-60 LED അടുത്തുണ്ട് കേട്ടോ. എന്നാലും ഈ ഒരു വിലക്ക് എനിക്ക് തോന്നുന്നു വലിയ നഷ്ടമൊന്നുമില്ല ഇങ്ങനെ തന്നെ മേടിക്കണമെങ്കിൽ. അപ്പോൾ ഇത് നമ്മുടെ ജനലിൻ്റെ സൈഡിൽ അതേപോലെ തന്നെ നമുക്ക് ഡൗട്ടുകളും ചില ആൾക്കാർക്ക് പല സ്ഥലത്ത് നമുക്ക് ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഡൗട്ടും കാര്യങ്ങളുള്ള സ്ഥലത്തൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ പിടിപ്പിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ അതുവഴി ആരെങ്കിലും വരികയാണെങ്കിലൊക്കെ ലൈറ്റ് തെളിഞ്ഞോളും. അപ്പോൾ ഏത് കള്ളന്മാരാണെങ്കിൽ ഇരുട്ടത്തുകൂടിയേ വരാൻ ശ്രമിക്കുള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ലൈറ്റ് തെളിയുമ്പോൾ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ഒരു പേടി ഉണ്ടാവും. പിന്നെ അങ്ങനെ ചെറിയ ഗുണങ്ങളുണ്ട്. പിന്നെ രാത്രി നമ്മൾ നടന്നു പോകുന്ന ചിലപ്പോൾ ഇടവഴികളുണ്ടാവും. അവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. കാരണം അവിടെയൊന്നും ലൈൻ വലിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ഞങ്ങളുടെ പ്രദേശമൊക്കെ എന്ന് വെച്ചാൽ ഈ ഇടുങ്ങിയത് കാടും പിടിച്ച് കിടക്കുന്ന സ്ഥലമൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഈ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കിതൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പ്രായമുള്ള ആൾക്കാരൊക്കെ പോകുമ്പോൾ അവർക്ക് രാത്രിയിൽ വെട്ടയില്ലാണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അതേപോലെ സ്ഥലത്ത് ഞാനിത് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ അത് ഒരു വീഡിയോ ചെയ്യും കേട്ടോ. എന്തായാലും ഒരു 4-5 ഞാൻ ഈ സാധനം മേടിച്ച് നമ്മുടെ നാട്ടുകാർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അവർക്കും നടന്നു പോകുമ്പോൾ വെട്ടം കാണാൻ പറ്റില്ല. അപ്പോൾ അതും കൂടി
ആദ്യം വിഷ്ണു ഓർമ്മ വീട്ടിൽ വെക്കണമെന്ന് പറഞ്ഞു. എന്തായാലും നിനക്ക് ഓർമ്മ തരാം, നീ തന്നെ കൊണ്ട് വെച്ചു. അപ്പോൾ നമുക്ക് ഇത് അയച്ച് മറ്റേ സിനിമയിൽ പറയണ പോലെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കാം എന്ന് പറഞ്ഞ പോലെ അല്ലേ, സംഗതി ഇതിനകത്തിരിക്കണമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അയച്ചിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കും. പുതിയ നമ്മുടെ ഐറ്റം ചെയ്യുന്ന സമയത്ത് താമസിയാതെ തന്നെ നമ്മുടെ ബാംബൂല് ചെയ്യുന്ന വീഡിയോസും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് അയച്ചു നോക്കാം. അപ്പോൾ അയച്ചു കഴിഞ്ഞപ്പോൾ നിലവിൽ ഇതിൻ്റെ ഒരു റീചാർജബിൾ ബാറ്ററി ഇതിനകത്തുണ്ട്. പിന്നെ LED സെറ്റുകളിലേക്ക് പോകുന്ന കണക്ഷനുണ്ട്. ഒപ്പം തന്നെ ഒരു PIR സെൻസറുണ്ട്, സ്വിച്ച് ബട്ടൺ ഉണ്ട്. നമ്മുടെ PIR സെൻസർ ചെയ്ത് നമ്മുടെ ഒരു മോഷൻ ഡിറ്റക്ഷൻ സെൻസ് ചെയ്യുന്ന ഒരു സെൻസറാണ്. നമ്മൾ ഹ്യൂമൻ ബോഡിയെ സെൻസ് ചെയ്തുകൊണ്ട് ആ സമയത്താണ് ലൈറ്റ് കളിയുക. പിന്നെ നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന കണക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. സോളാർ പാനലിൽ നിന്നുള്ള ചാർജിങ് ഈ സംവിധാനം. നമുക്ക് ഇതിൻ്റെ അകത്ത് ബോർഡ് കൂടി ഉണ്ട്, അതുകൂടി അഴിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ചെറിയ സിമ്പിൾ സർക്യൂട്ടേ ഉള്ളത്. കാരണം ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 350 രൂപ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 350 രൂപ എന്ന് പറയുന്നത് അതിലും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റും ലാഭമില്ല കൂടി കൂട്ടിയിട്ടുള്ള ഒരു കോസ്റ്റ് ആയിരിക്കുമല്ലോ 350. അപ്പോൾ അതാണ് നമ്മുടെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതാണ് വരുന്നത് നമ്മുടെ മോഷൻ ഡിറ്റക്ഷൻ്റെ സെൻസർ. പിന്നെ അതിൻ്റെ ഒരു പ്രോഗ്രാമഡ് IC ഉണ്ട്. അപ്പോൾ അത് പ്രോഗ്രാം ചെയ്തേക്കണത് എങ്ങനെയാണെന്ന് നമുക്ക് കിട്ടാൻ പാടായിരിക്കുന്നാലും നമുക്ക് ഇതിനകത്തുള്ള സെറ്റപ്പ് വെച്ചിട്ട് ഇതേപോലൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ടെർമിനൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാറ്ററി പോസിറ്റീവ്, ബാറ്ററി നെഗറ്റീവ്, സോളാർ പോസിറ്റീവ്, സോളാർ നെഗറ്റീവ്. നെഗറ്റീവ് എല്ലാം കോമൺ ആണ്. സോളാറിൻ്റെ പോസിറ്റീവ് എന്നത് നേരെ IC-ലേക്ക് വേണം. അപ്പോൾ അത് ആ കട്ട് ഓഫ് ആകുന്ന സമയത്ത് കൊടുക്കാനുള്ള കമാൻഡുകൾ മാത്രമേ. അപ്പോൾ വേറെ ഒന്നുമില്ല. ബാറ്ററി എന്നുള്ള ഔട്ട് നേരെ യൂസ് ചെയ്യാന്നുള്ള സംഭവം മാത്രമേ. പിന്നെ ഈ PIR സെൻസറിൻ്റെ സെൻസിങ് കൂടി എടുക്കുക. അപ്പോൾ നമുക്ക് കോമണായിട്ട് PIR സെൻസർ മതി. ഇപ്പോൾ നൈറ്റിലേക്ക് നമുക്ക് തെളിഞ്ഞിരിക്കാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ആവശ്യമില്ല, ഒരു ലൈറ്റ് സെൻസർ മാത്രം മതി. അപ്പോൾ നമ്മൾ തന്നെ ടെസ്റ്റ് അടിക്കാൻ പോയാണ്. അവിടെയാണ് നമ്മുടെ കൂടുതൽ ഇടം. 3-4 മീറ്റർ തന്നെ ഡിസ്റ്റൻസ് ഉണ്ട്. എങ്ങനെയുണ്ട് വിഷ്ണു വെച്ചാൽ? നീ മാസ്ക് വരും. നമ്മുടെ വിഷ്ണു ബ്രോ വെച്ച് കോഴിക്കോടാണ്. ഇതാണ് എനിക്ക് പുള്ളി ഫ്രീ ആയിട്ട് വീട്ടിൽ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി ഫ്രീ ആയിട്ട് കൊടുക്കും, അത് നമുക്ക് കണ്ടറിയാം. അല്ലേട്ടാ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യാം. എങ്ങനെയുണ്ട് സാധനങ്ങൾ? ഇപ്പോൾ ഒരു 3 മീറ്റർ 4 മീറ്റർ ഡിസ്റ്റൻസ് ഇല്ലേ? ആ 4 മീറ്റർ ഡിസ്റ്റൻസിൽ ആരെങ്കിലും വന്നാലും നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് ഇങ്ങനെ കള്ളന്മാരാണെങ്കിൽ പോലും രംഗത്ത് വെക്കുകയാണെങ്കിൽ സംഗതി സെറ്റപ്പ് ആയിരിക്കും അല്ലേ? നമുക്കിത് മാറി നോക്കാം. ഇനി മാറിയാൽ ഓട്ടോമാറ്റിക് ഓഫ് ആകാൻ സെറ്റപ്പ് നോക്കാം. ഈ ഡിസ്റ്റൻസ് തന്നെ ഓഫായി പോകും. നോക്കൂ, എത്ര മിനിറ്റ് ഉണ്ടാവും? 1 മിനിറ്റ് ഉണ്ടാവില്ല ഇടയിൽ. 1 മിനിറ്റ് അടുത്ത് കാണാൻ സാധ്യതയുണ്ട്. ക്യാമറ പോകും. നീ ഒന്നും പിടിച്ച ഞാൻ നോക്കാം. പക്ഷേ ഇല്ല, മറ്റേ ഞാൻ പറഞ്ഞ മറ്റേ കളറായിരുന്നെങ്കിൽ LED ആയതുകൊണ്ടാണ്. മറ്റേ മഞ്ഞായിരുന്നെങ്കിലേ പൊളിച്ചേനെ പോലെ. ബ്രൈറ്റ്നസ് വേണേ കുറച്ച് ഇപ്പം സെൻസ് ആകുമ്പോൾ ഫുൾ ലൈറ്റിലാവും. ഓട്ടോമാറ്റിക് ആകുമ്പോൾ മാറി കഴിയുമ്പോൾ ലിമ്മായിട്ട് വന്നിട്ട് പിന്നെ ഓഫ് ആവും. അപ്പം അങ്ങനെ 2-3 മോഡുകളൊക്കെ സംഗതി എന്തായാലും പൊളിയില്ല. അപ്പൊ സംഗതി സൂപ്പറാണ്. അതിലും വലിയ പൊളിയാണ് കേട്ടാ. ഈ കോഴിക്കോട് ചെയ്യാനാണ് കേട്ടാ. കോഴിക്കോട് അടിച്ച ആളെ നിൽക്കുന്നത്.
സ്വന്തം കൂടാണ് ഞാനാ പണം കൊടുത്തത്. ഇത് മാത്രമേ അവന്റെ പണിയുള്ളൂ, ബാക്കിയെല്ലാം ഞാനാണ്. അളവൊക്കെ വേറെ ആളാണ് കേട്ടാ, അതും കൂടി പറയണല്ല. അപ്പൊ കോഴിക്കോട് പണിയാനുണ്ടെങ്കിൽ വിഷ്ണുവിനെ വിളിച്ചോട്ടെ, നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. കോഴിക്കോട് വിഷ്ണു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.